തേനീച്ചപ്പെട്ടിയിൽ നിന്ന് തേനെടുത്ത് എക്സ്ട്രാക്ടറിൽ വെച്ച് കറക്കി ആ തേൻ റാട്ടുകൾക്ക് കേടുവരാതെ തേൻ മാത്രം എടുത്തിട്ട് ആ റാട്ടുകൾ തിരിച്ച് പെട്ടിയിൽ വയ്ക്കുന്ന രംഗമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തേൻ എടുത്തു കഴിഞ്ഞ ശേഷം റാട്ടുകൾക്ക് കേടില്ലാതെ പെട്ടിയിൽ വച്ചാൽ 30-ാം പക്കം വീണ്ടും തേൻ നിറയുന്നതും നമുക്ക് വീണ്ടും തേൻ എടുക്കാൻ സാധിക്കുന്നതുമാണ്. ഇങ്ങനെയാണ് തേൻ ശേഖരണം എളുപ്പമാക്കുന്നത്. മെഷീനിൽ വെച്ച് തേൻ റാട്ടുകൾ കറക്കി അതിൽ നിന്ന് തേൻ തെറിച്ച് വീണ് ശൂന്യമായ റാട്ടുകളാണ് പിന്നെ കാണുന്നത്. രണ്ട് വശവും തിരിച്ചും മറിച്ചും വെച്ച് കറക്കി കഴിയുമ്പോൾ രണ്ട് വശത്തെ തേനും മെഷീനകത്ത് വീണ് കഴിഞ്ഞിരിക്കും. ഇതുപോലെ ശൂന്യമായ റാട്ടുകൾ രണ്ട് വശവും തിരിച്ചു വയ്ക്കുകയാണ്. വീണ്ടും ഒന്ന് കറക്കുന്നു. ആ തേൻ തെറിച്ച് വീഴുന്ന രംഗമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തേൻ വീണ് കഴിഞ്ഞു. ഇപ്പോൾ പൊങ്ങ് പോലെ ആ റാട്ടുകൾക്ക് യാതൊരു കേടുമില്ല. വീണ്ടും ഈച്ചകൾക്ക് തേൻ റാട്ടുകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിലേക്ക് തേൻ നിറച്ചാൽ മാത്രം മതി. ഇങ്ങനെയാണ് തേനീച്ച വളർത്തൽ ലാഭകരമാക്കുന്നത്. ഇത് വളരെ ആദായകരമായ ഒരു തൊഴിലാണ്. ഊറി വന്ന തേൻ മെഷീനകത്ത് കിടക്കുന്ന ഭാഗം കാണുക. ഇങ്ങനെ മുഴുവൻ റാട്ടുകളും വെച്ച് ആ സീൽ ഭാഗം ചെത്തി തുറന്ന് മെഷീനകത്തേക്ക് ഇറക്കി വെച്ച് തേനെടുക്കുകയാണ്. ഇത് തേനെടുത്ത റാട്ടുകളാണ്. അവ വീണ്ടും പെട്ടിയിലേക്ക് നിക്ഷേപിക്കുന്ന രംഗമാണ് പ്രേക്ഷകർ കാണുന്നത്. ഓരോ റാട്ടുകളും തിരിച്ച് വീണ്ടും പെട്ടിയിൽ വയ്ക്കുകയാണ്. തേനീച്ചകൾക്ക് അതിലേക്ക് തേൻ നിറച്ചാൽ മാത്രം മതി. റാട്ടുകൾ വീണ്ടും പുതുതായി ഉണ്ടാക്കേണ്ടതില്ല. വീഡിയോ മുഴുവനായി കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു തേനീച്ച കർഷകനാകാൻ അപ്പുകുട്ടൻ ആഹ്വാനം ചെയ്യുന്നു. നല്ല വരുമാന മാർഗമാണ്. തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും ധനവാനാകാനും സാധിക്കുന്ന തൊഴിലാണ്. ഇതിന് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീഡിയോ മുഴുവനായി കാണുക. എപ്രകാരമാണ് റാട്ടുകൾ വീണ്ടും തിരിച്ചു വെച്ച് പെട്ടി ഭദ്രമായി അടച്ച് ഈച്ചകൾ സുരക്ഷിതമായ രീതിയിൽ വീണ്ടും അതിലേക്ക് തേൻ നിറയും. പഴയപടി പെട്ടി അടച്ച് മൂടിക്കെട്ടി ഭദ്രമായി വയ്ക്കുന്നു. ഇനി അടുത്ത 30-ാം തീയതി വീണ്ടും തുറന്നു കഴിയുമ്പോൾ ഇതേ രീതിയിൽ തേൻ നിറഞ്ഞിരിക്കും. അവ വീണ്ടും എക്സ്ട്രാക്ടറിൽ വെച്ച് ശേഖരിക്കുക. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.